അപ്പോ നേരെ ലൈവ് പോകുന്നു ഓൺ ഫേസ്ബുക്ക് ആസ് വെൽ. സോ നാളത്തെ പരിപാടി ആദ്യമേ പറയട്ടെ, സൂപ്പർ വുമന്റെ ഗ്രാൻഡ് ഫിനാലെ. ഭാവന ജഡ്ജും കൂടിയാണ്. അപ്പോ യു ആർ ലുക്കിംഗ് ഫോർവേഡ് ടു കുറെ ക്വാളിറ്റീസ് അല്ലേ അവരുടെ ആൾക്കാരിൽ നിന്നും. എന്താണ് നാളത്തെ പ്രതീക്ഷ? ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. കാരണം ഒരു ഏജ് ലിമിറ്റ് ഇല്ലാതെ സ്ത്രീകൾക്ക് അവരെ സ്വയം നോമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നോമിനേറ്റ് ചെയ്യാം. വൈ ഐ എം എ സൂപ്പർ വുമൻ എന്നുള്ള ഒരു ഇത് മാത്രം കൊടുത്താൽ മതി. അത് തന്നെ ഒരു ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നു. കാരണം ഒരുപാട് വേറെ കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏജ് ഒരു ഇതുണ്ടാവും. ഇത് അങ്ങനെ ഇല്ല. അപ്പൊ എന്റെ അടുത്ത് കുഴപ്പമില്ല. അതെ, അത് തന്നെ ഇതൊരു സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ എന്റെ അടുത്ത് പറയായിരുന്നു ഒരു ലാസ്റ്റ് സീസണിൽ ഒരു അബുദാബിയിലെ ഒരു മെയ്ഡ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു ചേച്ചി വരെ പാർട്ടിസിപ്പേറ്റ്. സോ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം ഇതിൽ അങ്ങനെ ഒരു ഇൻഹിബിഷൻസ് ഇല്ല, ആർക്ക് വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു പിന്നെ അതിനൊരു ഗ്രൂമിങ് സെഷൻസ് ഉണ്ട് കുറെ. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പൊ നാളെ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ ഇതുവരെ വിറ്റ്നസ് ചെയ്തിട്ടില്ല. അതിന് ഞാൻ എക്സൈറ്റഡ് ആണ്. പറഞ്ഞല്ലോ, നമ്മള് ഭാഷയുടെ അതിർവരമ്പ് പോലും വെച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മലയാളം, തമിഴ് എല്ലാം സംസാരിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ, ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഏജ് ഒരു ബാരിയർ അല്ലാന്ന് പുറത്ത് വരുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര നല്ലതാണ്. അത് എല്ലാവരും കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അല്ലേ. കാരണം ഇവിടെ വന്നിട്ട് മിക്കവാറും വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ സൂപ്പർ വുമൻ ഇൻ their own aspect. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. നരേഷിന്റെ അതായത് നരേഷിന്റെ ലൈഫിലെ സൂപ്പർ വുമൻ ആരാണ്? Super women, Ramma. Of course, yeah. My grandmother. Grandma? Actually. Oh, yeah. She's the one who's encouraged me a lot to go for music. Oh, right, okay. And my sister. Then some friends are also there. So, I mean, it's very difficult to pick. Absolutely. അല്ല, പക്ഷേ what you said is absolutely right. കാരണം ഒരു സിംഗിങ് എന്ന് പറയുന്നത് ഒരു കരിയർ പാത്തായിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ that's not something that everybody supports, right? Correct. But then you have somebody from your family already. Say 20 years back, it was not looked upon as a secure career. Yeah, absolutely. But there are so many opportunities, so many avenues. So on the time, just going for it and encouraging you, it's definitely a wonderful thing. Yeah. I mean, so ഇപ്പൊ എല്ലാ സിംഗറിന്റെയും ഒരുപക്ഷെ അവരുടെ കരിയറിന്റെ പീക്ക് പോയിന്റിലാണ് സാധാരണഗതിയിൽ AR റഹ്മാൻ സാറിന് വേണ്ടി പാടുക. But you started off with it. And just tell me how that feeling was. We know about the reality show and everything. Correct, yeah. But you know, as a beginner, you go in front of AR Rahman to sing. That's quite overwhelming, alle? Yeah, it definitely is. I mean, when he promised me on television, I really thought, okay, இனிமே கூப்பிடுவரா கூப்பிட மாட்டாரா, we don't know. So it was a very mixed feeling because I was already out of the contest. True. So but he's the first person whom I met. Okay. And he turned out to be the most genuine, and I really kind of understood what he meant because within 4 days I got a call from Sir's studio. And apparam see, he's anyway been a pioneer when it comes to introducing new talent. So anga studio la ponone he makes you more comfortable. There's no, although that nervousness is there, but he conducts the recording in a very relaxed way. So adikapra namakku okay, just then once you go there, okay, whatever happens I have to give my best, and then that's all. Absolutely. And you have given your best. Adu namukku mailirake kelkumbo thanne we all know. He gets your best. That's what I can say. Absolutely. അതായത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നരേഷിനെ ആദ്യം സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പേ the first thing that comes here as a message is please make him sing this song, please make him sing this song ആണ്. അപ്പൊ ഇതിനകത്ത് വന്നൊരു മെസ്സേജിലുള്ള ഒരു സാധനം പറയാം. I know, ഞാൻ കഫൻ കേട്ട് നേരത്തെ തന്നെ എനിക്കറിയാം. മുൻപേവായാണ് ഇവിടെ ആൾക്കാരെല്ലാരും ചോദിച്ചിരിക്കുന്ന റിക്വസ്റ്റ്. Can we start with that? Yeah, definitely. I'll try. ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം ട്രെയിലർ ആണ്, നാളെയാണ് മുഴുവൻ സിനിമ വരിക. This is the version with the cuff. Okay. நிலவிடம் வாடகை வாங்கி விழி வீட்டினில் குடி வைக்கலாமா? நான் வாழும் வீட்டுக்குள் வேறாரும் வந்தாரே தகுமா? தேன்மலை தேர்க்குக்கு நீதான் உந்தன் தோள்களில் இடம் தரலாமா? நான் சாயும் தோள் மேல் வேறாரும் சாய்ந்தாலே தகுமா?
செம்புலச்சேரும் கலந்தது போலே கலந்தவர் நான் முன்பே வாயன் அன்பே வா பூ பூவாய் பூப்போம் வானா நானா கேட்டேன் என்னை நானே நானியாம் நெஞ்சம் சொன்னது முன்பே வாயன் அன்பே வா பூ பூவாய் பூப்போம் வா. Thank you. ഞാൻ പറഞ്ഞല്ലോ ഇത് സാമ്പിൾ ഡോസ് ആണ് അല്ലേ ഭാവന? നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഭാഷയെ പറഞ്ഞ ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ്. അപ്പോ തീർച്ചയായും ഞാൻ ചോദിക്കട്ടെ ഭാവന, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ശരിക്കും പ്രോപ്പർ ഗോൾഡൻ പീരീഡ് ഓഫ് സിനിമ എന്ന് പറയാല്ലേ. എല്ലാം സൂപ്പർ ഹിറ്റുകളായിട്ട് മുന്നോട്ട് പോകുന്നു, എല്ലാം ഭയങ്കര രസമായിട്ട് മുന്നോട്ട് പോകുന്നു. അവിടെ സീ ദിസ് ശരിക്കും ഇനി അങ്ങോട്ടുള്ള സിനിമയുടെ ഒരു പോക്ക് എങ്ങനെയാണ് കാണുന്നത്? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, നമ്മുടെ മലയാളം സിനിമ ഈവൻ 80s ഗോൾഡൻ പീരീഡ് ആയിരുന്നു, ഈവൻ 90s ഗോൾഡൻ പീരീഡ് ആയിരുന്നു. ഇപ്പോഴത്തെ വ്യത്യാസം എന്താ പറയുമ്പോൾ ചേട്ടാ, നമുക്ക് ഇത്രയും എക്സ്പോഷർ കിട്ടി എന്നുള്ളതാണ് വ്യത്യാസം. എപ്പോഴും ഈവൻ ഇൻ 80s and 90s നമ്മൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വളരെ സെൻസിബിൾ ആയിട്ടുള്ള മൂവീസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ അത് ഡിസേർവ് ചെയ്യുന്ന ഒരു എക്സ്പോഷർ കിട്ടിയത് ഇതാണ്. പ്ലാറ്റ്ഫോം ഉണ്ടായില്ല. അപ്പൊ അന്ന് മലയാളികൾ മാത്രം കണ്ടുകൊണ്ടിരുന്ന മലയാള സിനിമ ഇപ്പൊ ഒരുവിധം എല്ലാവരും കണ്ടു തുടങ്ങി. അതിനൊരു OTT ഒരു പ്ലാറ്റ്ഫോം കിട്ടി, നമുക്ക് അത്രയ്ക്ക് എക്സ്പോഷർ വന്നു. അതാണ് ഇവിടെ ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത്. ഇവൻ 90s അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഇന്നലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിംസ് ആണ് അത്. അല്ലെങ്കിൽ ഒരു സ്ഫടികം അല്ലെങ്കിൽ ഒരു ധ്രുവം നമുക്കിങ്ങനെ എടുത്തു വെക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി എന്നാണെന്ന് പറഞ്ഞ് ഒരുപാട് കുറെ ഫിലിംസ് നമുക്കിങ്ങനെ പ്രൗഡായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് മൂവീസ് ഉണ്ട്. പക്ഷെ അന്ന് എന്തറിയോ, നമ്മുടെ മലയാളികളുടെ ഇടയിലും ഒരു പക്ഷെ തമിഴ്, തെലുഗു, കന്നഡ, ഇവൻ ഹിന്ദിയിലൊക്കെ കുറച്ച് ഇൻഡസ്ട്രി ആൾക്കാരുടെ ഇടയിൽ മാത്രം ഒതുങ്ങിയത്. ഒരുപാട് മലയാളം സിനിമകൾ തമിഴ് റീമേക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് പോലും അറിയില്ല. തെലുഗുല് റീമേക്ക് ചെയ്തിട്ടുണ്ട്, കന്നഡ റീമേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ കന്നഡയിലത്തേക്ക് പഴയ സീനിയർ പ്രൊഡ്യൂസേഴ്സ് എൻ്റെ അടുത്ത് ചോദിക്കും, പിന്നെ മറ്റേ പുതിയ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ഞാൻ പണ്ട് മറ്റേ ചിത്രം ഞാൻ റീമേക്ക് ഞാൻ ആണോ അങ്ങനെ. അപ്പൊ പക്ഷെ അത് നോർമൽ ഓഡിയൻസിന് അറിയണ്ടായിരുന്നില്ല അതിലൊരു എക്സ്പോഷർ. ഇപ്പൊ നമുക്ക് എക്സ്പോഷർ കിട്ടി ആൻഡ് ദാറ്റ് ഇസ് വെൽ ഡിസേർവിംഗ്. അതാണ് ശരിക്കും ഒരു ഗോൾഡൻ പീരീഡ്. പ്ലാറ്റ്ഫോം കിട്ടി എന്നുള്ളതാണ്. നമ്മള് മുമ്പും നല്ല റിയലിസ്റ്റിക് സിനിമ. പ്രകാശ് രാജ് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഇത് സിനിമ ഗ്ലോബൽ ആയതല്ല, ഓഡിയൻസ് ഗ്ലോബൽ ആയതാണ്. ശരിക്കും അല്ലേ? കാരണം earlier itself music was already there. Music നമുക്കറിയാം, it transcended all languages. But suddenly cinema has also transcended language എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് ഞാൻ പറയുന്നത് വെച്ചാൽ, how are the movies coming for you? ശരിക്കും ഇപ്പോഴും അത് ഞാൻ പറഞ്ഞ വെച്ചാൽ ടു ബി റെലവെന്റ്, ഈ ഒരു ഇതിൽ ഇങ്ങനെ റെലവെന്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചലഞ്ച് ആൻഡ് യു ആർ പ്രൂവിങ് ഇറ്റ്. ഇപ്പൊ കഴിഞ്ഞ റിലീസ് ഉണ്ടായിരുന്നു, നടികർ വന്നുപോയി, ഇപ്പൊ അടുത്ത പടം ചെയ്തുകൊണ്ടിരിക്കുന്നു ആൻഡ് യു ആർ ഇൻ കന്നഡ, തമിഴ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നത്. അതെങ്ങനെയാ റെലവെന്റ് ആയിട്ട് എങ്ങനെ നിൽക്കുന്നത് ശരിക്കും? അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് കിട്ടുന്ന നല്ല സ്ക്രിപ്റ്റ്സിൽ നിന്ന് എനിക്ക് ഓക്കെ ആവുന്ന സ്ക്രിപ്റ്റാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അതിപ്പോൾ ഞാനൊരു 5 years ഒരു സബാറ്റിക്കൽ പോലെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിന്നിരുന്നെങ്കിലും ഐ വാസ് ഡൂയിങ് കന്നഡ മൂവീസ് ബാക്ക് ടു ബാക്ക്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തിരിച്ചു വന്നപ്പോഴും എനിക്ക് വരുന്ന ഇതിൽ ഞാൻ എനിക്ക് ഇഷ്ടമല്ലാന്ന് ചെയ്യാത്ത കുറെ സ്ക്രിപ്റ്റ്സ് ഉണ്ട്, അത് വേറെ മൂവീസ് ആവുന്നുണ്ട്. എനിക്ക് ഇത് ഓക്കെ അല്ലെങ്കിൽ എന്ന് തോന്നുന്നതാണ് ഞാൻ എടുക്കുന്നത്. അത് എപ്പോ വരെ കിട്ടും എങ്ങനെയാണോ ഒന്നും എനിക്കും അറിയില്ല. സോ വരുന്നത് വരെ ഐ എം റെഡി ടു ഗിവ് മൈ ബെസ്റ്റ്. അത്രേ ഉള്ളൂ. നമുക്കൊന്നും പ്ലാൻ, ഇപ്പൊ ഈ ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കില്ല. വരുന്നതിൽ നിന്നും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. എനിക്കും ആഗ്രഹമുണ്ട് അങ്ങനത്തെ മൂവി ചെയ്യണം, ഇങ്ങനത്തെ മൂവി ചെയ്യണം. പക്ഷെ നമ്മൾ വരുന്നതിൽ നിന്നല്ലേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് സാറ്റലൈറ്റ് റേറ്റ് ഉള്ള ഒരാളായിരിക്കും. അത് വരുന്നുണ്ട് എന്നുള്ളതുമാണല്ലോ എടുത്തു പറയേണ്ടത്. അതായത് അത് കറക്റ്റ് ആയിട്ട് ഒരു ഫ്ലോയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നെവർ സ്റ്റോപ്പ് വർക്കിംഗ്. അതല്ലേ ഏറ്റവും എടുത്ത് പറയേണ്ടത്. കാരണം ഇപ്പം നരേഷ്, വി ഓൾ നോ, നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിനകത്ത് ഇറ്റ്സ് എൻ എവർ ഇവോൾവിംഗ് ഇൻഡസ്ട്രി, റൈറ്റ്? ഹൗ ഇസ് മ്യൂസിക് സീൻ ഇവോൾവിംഗ് ഫോർ യു? ഇപ്പം ശരിക്കും ഹിപ്പ് ഹോപ്പും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് ആൻഡ് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഇസ് ആക്ച്വലി ടേക്കിംഗ് ത്രൂ ഒരു നമുക്ക്, അതായത് നമുക്ക് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത് സിനിമ മ്യൂസിക് എന്നുള്ള മാത്രമായിരുന്നത് ഒറ്റയടിക്ക് ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറഞ്ഞൊരു സീനൊക്കെ വരുന്നുണ്ട്. ആക്ച്വലി ദിസ് വാസ് ഓൾസോ ദേർ 90s കൂടെ ഇരുന്നത്.
நிறைய independent നമ്മളിപ്പോ പറഞ്ഞു, ഇപ്പോഴാണ് music നമ്മളെല്ലാം was കാണുന്നതും അറിയുന്നതും എന്നുള്ളതാണ്. but in between it kind of died down, and now it's again picking up, and I think this is the best time for music, cinema, everything, because munnadi like only what was relevant to cinema that was like being known, but because of OTT platforms from so many other avenues, say the internet, the media, YouTube, everything, Instagram, so we have like And suddenly we have globally, avenues for music, Spotify, Exactly, yeah. Deezer, Correct, and yeah. everything. Yeah. and it's the best time because back then only a few people who could make it there, you know, they could prove themselves or the world would know them, but ipo ellarume they're able to like, you know, showcase their talent. So I think it's the best time, and it's so easy to connect with people and artists and everything. So it's very good. Absolutely. And we are seeing that as well. Yeah. ഇവിടെ മുഴുവൻ എനിക്ക് വരണമെന്ന് മുഴുവൻ റിക്വസ്റ്റുകളാണ് for you to sing. അത് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാം കൂട്ടി ഇന്ന് മറ്റേ ആ ചുമയും വെച്ച് പാടിച്ചിട്ട് നാളെ നിങ്ങൾക്ക് പാടാൻ ആളുണ്ടാവില്ല. അതുകൊണ്ടാണ് I'll just ask you for one more request. Is that okay? Definitely. ഒറ്റ ഒരെണ്ണം കൂടി ഞാൻ ഇതിനകത്ത് സെലക്ട് ചെയ്ത് വേണം എടുക്കാനായിട്ടെന്നുള്ളതാണ്. ഓക്കെ, ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് ആസ്ക്ഡ് ഫോർ യുവർ ഫസ്റ്റ് സോങ്. അതായത് മയിലിറക്കെ ചോദിച്ചിട്ടുണ്ട്, മയിലിറക്കെ ചോദിച്ചിട്ടുണ്ട്, മുന്തിനം പാർത്തേനെ ചോദിച്ചിട്ടുണ്ട്. മുന്തിനം പാർത്തേനെ മൈ ഫേവറേറ്റ്. Okay, I'll try. ഭാവന എടുത്താ ചോദിക്കണ്ടേ, ഭാവനയുടെ ഫേവറേറ്റ് ഏതാണെന്നുള്ളത്. ഓ, എനിക്കിതൊക്കെ ഇഷ്ടം, എല്ലാം ഫേവറേറ്റ്. துலா தட்டில் உன்னை வைத்து நிகர் செய்ய பொன்னை வைத்தாய், துலாபாரம் தோற்காதோ பேரழகே, ஓ நிழல் போல விடாமல் உன்னை தொடர்வேனடி, புகை போல படாமல் பட்டு நகர்வேனடி, வீணானூறு கனாவு நூறு விடை சொல்லடி, முன்தினம் பார்த்தேனே பார்த்ததும் தோற்றேனே, சல்லடை கண்ணாக நெஞ்சமும் புண்ணானதே, இத்தனை நாளாக உன்னை நான் பாராமல் எங்குதான் போனேனோ, நாட்களும் வீணானதே. Thank you. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നമുക്ക് മറ്റേ ഇതാണ്, മറ്റേ മുന്നോടിയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഭാവന ജൂൺ 6 ബർത്ത്ഡേയുടെ അന്ന് ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നല്ലോ, ഒരു ഭയങ്കര ഒരു ഒരു ഇതാണ് ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ ആണോ അതോ വീരവ അല്ലേ? വീരവ കന്നഡ ഫിലിമിന്റെ ആണ്, അത് ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കന്നഡ മൂവിയാണ്. ഭയങ്കര ഒരു ഇതായിട്ടുള്ള ഒരു മാഗ്നം ഓപ്പസ് പടമാണോ? കുറച്ച് ആണ്. അത് ശിവണ്ണന്റെ പേരായിട്ടാണ് ഞാൻ. അപ്പൊ അത് ഈ ഉത്തര കർണാടകയിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ട് അവിടത്തെ ഒരു ക്യാരക്ടർ, അവിടുത്തെ ഒരു അപ്പിയറൻസ് അങ്ങനത്തെയാണ്. അവിടുത്തെ സ്ത്രീകൾ, കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ അങ്ങനെയാണ്. അപ്പൊ ആ ഗെറ്റപ്പാണ് എനിക്ക് ഭയങ്കര രസമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാല് അത് ഭാവനയുടെ ഫേസേ മാറിയിരിക്കണം. അതെ അതെ അതെ, അതൊരു അങ്ങനെയാണ്. തലയിൽ കൂടെ ഇങ്ങനെ സാരിയൊക്കെ വലിയ അതെ, അങ്ങനത്തെ ഒരു ലുക്കാണ് അതില്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതപ്പം പടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ദോഹയിൽ ഷൂട്ട് ചെയ്തതിന് വേണ്ടിയിട്ടാണ്. അല്ല, ദോഹയിൽ ഞാൻ ഇവന്റിന് വേണ്ടി പോയത്. അവിടെ ഷൂട്ട് നടക്കുന്നത് അവിടെ ബെൽഗാം എന്ന് പറഞ്ഞിട്ട് കർണാടകയിലെ സ്ഥലത്താണ്. അപ്പൊ കന്നഡ പടം, മലയാളം പടം എല്ലാം ഇങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ നമുക്ക് എന്തായാലും ഭാവനയെ നേരിട്ട് കാണാനുള്ള അവസരവും കൂടിയാണ്. ഭാവന ഇസ് ഗോയിങ് ടു ബി ദ ചീഫ് ജഡ്ജ്. അപ്പോൾ നാളത്തെ ആൾക്കാരെ പറ്റിയിട്ടൊന്നും ഇതുവരെയും ഒന്നും അറിഞ്ഞിട്ടില്ല. എല്ലാവരും നാളെയാണ് പോയി കാണാൻ പോകുന്നത്. കാരണം നമ്മൾ നേരത്തെ അറിയിച്ചു ഭാവന വയസ്സാവും വെച്ചിട്ടാണ് പറയുന്നത്. വെൽക്കം ബാക്ക് ടു ദുബായ് വൺസ് അഗൈൻ. അപ്പൊ നാളെ എന്തായിരുന്നാലും നമുക്ക് ഭാവനയും നരേഷിനെയും അവിടെ കാണാൻ പറ്റും. ഡെഫിനറ്റ്ലി ആസ് ദ ചീഫ് സെലിബ്രിറ്റി ആൻഡ് ദ ചീഫ് ജഡ്ജ് as well. And of course നരേഷിന്റെ കോൺസെർട്ടും കൂടിയുണ്ട്. So looking forward to it. Thanks a lot for gracing the studio. Thank you for coming in. Thank you so much, Manjari. Thank you, and really excited and looking forward to it. എല്ലാവരും ഇൻവൈറ്റ് ചെയ്തോളൂ വരാനായിട്ട്. എല്ലാവരും തീർച്ചയായിട്ടും നാളെ ഷാർജ എക്സ്പോയില് എല്ലാവർക്കും സ്വാഗതം. Thank you. This is Hit 96.7 FM, a part of Arabian Radio Network.